ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹസ്ലിംഗ് ഹണീസ്. സോ ഇന്ന് നമ്മൾ ദ ബാക്ക് യാർഡ് സ്മോക്ക് ഹൗസിൽ ഒരു ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. സോ നമ്മുടെ വ്ലോഗ് കാണുന്നവർ എപ്പോഴും വിചാരിക്കും ഇത് അടുപ്പിച്ച് കുറേ ഫുഡ് വ്ലോഗ് ആയല്ലോ, ഇത് മാത്രം നിങ്ങൾക്കുള്ളോ എന്ന്. പക്ഷേ ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് ഗായ്സ് വേറെ ഒരു ആക്ടിവിറ്റീസും നമുക്കില്ല. അപ്പോൾ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ അതിന് ചൂസ് ചെയ്തത് ദ ബാക്ക് യാർഡ് സ്മോക്ക് ഹൗസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ആണ്. അവിടെ നമ്മൾ ഓൾറെഡി സീറ്റ് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റാഫ്സ് വന്ന് നമുക്ക് സീറ്റിംഗ് കാണിച്ചു തന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ അടിപൊളി ആംബിയൻസ് ആയിരുന്നു ഗൈസ്. കാരണം കാണാനും അകത്തത്തെ ഒരു വാം ലൈറ്റ് സെറ്റിങ്ങും എല്ലാം അടിപൊളിയായിരുന്നു. എന്നെ സംബന്ധിച്ച് ഫുഡ് കഴിക്കാൻ ഏത് സ്പോട്ടിൽ പോയാലും അവിടുത്തെ ആംബിയൻസ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് തന്നെയായിരുന്നു. ഫൈനലി നമ്മൾ മെനു ഒക്കെ കുറെ നോക്കി നമ്മൾ കുറച്ച് ഫുഡ് സെലക്ട് ചെയ്തു. അപ്പൊ അതാണ് ചേച്ചി ഇപ്പം ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡെല്ലാം ടേബിളിലേക്ക് സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുഡിന് എത്രത്തോളം ടേസ്റ്റ് ഉണ്ട്, എത്ര അടിപൊളിയാണെന്ന് നമുക്കറിയില്ല. അപ്പൊ അതൊക്കെ ഇനി ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പണക്കാരനാണ്, എനിക്ക് സാപ്പിടാൻ പറ്റിയ വില പിടിച്ച ഫുഡുകൾ കൊണ്ടുപോവാ. ദോശ, പുട്ട്, കടല അങ്ങനൊന്നും വേണ്ട. ഈ മദാമ്മമാരെന്താ കഴിക്കുക അത് കൊണ്ടുപോവാ. മദാമ്മമാര് കഴിക്കുന്ന ഫുഡൊക്കെ നമ്മുടെ ടേബിളിലെത്തി. ഇനി ആ ഫുഡിലേക്ക് ഒരു അറ്റാക്കിംഗ് തന്നെ നടക്കുകയാണ്. അതാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ഓരോരോ രംഗങ്ങൾ. ഇതെല്ലാം എങ്ങോട്ട് പോകുന്നു? ഭക്ഷണകാരത്തിൽ ഒരു മെജീഷ്യൻ ആണല്ലേ. തീറ്റിക്ക് അങ്ങനെ നേരവും കാലവും വല്ല ഉണ്ടാ? ഈ നാട്ടിൽ പട്ടിണിയുടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ, അത് അവരായിട്ടങ്ങ് തീർത്തു. ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകളെ, മെല്ലത്തിന്റെ മകളെ. ഇവന്റെ വയറ്റില് കൊക്കോ പുഴുവല്ല, കൊക്കോ പാമ്പാന്നാ തോന്നുന്നു. നീയൊക്കെ കണ്ണൂച്ച് പഴയ പോലെ ഒന്നും കഴിക്കാൻ പറ്റണ്ടായി. ചേട്ടാ, 2 പ്ലേറ്റ് മട്ടൺ ഫ്രൈ. ജി സർ. എന്താണെന്നറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ആർത്തി കൂടിട്ടാവും. ആകാശം കാണുന്ന അങ്ങാടി ചെന്നാലും അങ്ങുമ്പെ കാണുന്ന പുതിയൊരു പുലികളി കുടുകുടു ചടുകുടു എടുപടി പടവിളിയാ. ഒരു മൂകനായ കാട്ടുകടുവയെ വേട്ടയാടിയാടി ഇതുവഴി. അങ്ങനെ നമ്മൾ ഫുഡിനോടുള്ള അറ്റാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഭയങ്കര ക്ഷീണമായി ഗൈസ്. ഫുഡ് ഭയങ്കര യമ്മി ആയിരുന്നു, സൂപ്പർ ആയിരുന്നു, അടിപൊളി ഫുഡായിരുന്നു. ഇനിയിപ്പോ നമ്മൾ ബില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സോ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ കുട്ടി വ്ലോഗ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.